സീരിയൽ അറിയാലോ, സീരിയൽ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഓരോ വീടുകളിലേക്കും ഇറങ്ങി ചെല്ലുന്നതാണ്. അങ്ങനെ എന്തെങ്കിലും ഒരു മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടോ ചേച്ചിക്ക്? അതായത് പുറത്തു പോകുമ്പോൾ പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്, ഇവരുടെ ക്യാരക്ടർ ഇത് തന്നെയാണ്, നെഗറ്റീവാണ് എന്ന് തോന്നിയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ് എന്ന് തോന്നിയിട്ട് ആരെങ്കിലും അങ്ങനെ ബിഹേവ് ചെയ്യും? അത് പണ്ട് ദൂരദർശനിൽ ഒരു സീരിയൽ ചെയ്യുന്ന സമയത്ത് പിന്നെ ഒരു ആർട്ടിസ്റ്റിനെ ഞാൻ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു ക്യാരക്ടറായിരുന്നു അത്. അപ്പം ഞാൻ ഗേറ്റിൻ്റെ പുറത്ത്, ഗേറ്റിൻ്റെ അകത്ത് ക്യാമറ വെച്ച് ഗേറ്റിൻ്റെ പുറത്ത് ഞാൻ നിൽക്കുന്നു. ഒരമ്മ എന്നെ തല്ലിയിട്ടുണ്ട്. ഒരമ്മ ഭയങ്കരമായിട്ട് ഇങ്ങനെ തല്ലിയിട്ട് പറഞ്ഞു, നീ പിന്നെ അവളെ ഇങ്ങനെ അടിക്കാൻ നോക്കൂ അല്ലടി. ആ സീരിയലിൽ അത്രമാത്രം അവര് ആക്ഷൻ ക്യാമറ പറഞ്ഞിട്ട് എന്നെ കാണുന്നില്ല. ചേച്ചിക്ക് എന്ത് പറ്റിയെന്ന് പറഞ്ഞ ആളിങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ ഈ അമ്മേനെ വിളിച്ചിട്ട് ക്യാമറ കാണിച്ചു കൊടുക്കും. അമ്മ ഇത് ഷൂട്ടാണ് അമ്മ, ഇതാണെന്ന് പറഞ്ഞിട്ട് ആ അമ്മേനെ ക്യാമറയുടെ ബാക്കിലിരുത്തി ഇതെല്ലാം കാണിച്ചു കൊടുത്തിട്ട് 11 മണിന്റെ ജ്യൂസും ബിസ്ക്കറ്റൊക്കെ അമ്മേനെ പറഞ്ഞു വിട്ട് അങ്ങനെ ഒരു അനുഭവം അല്ലാതെ വേറെ ഒന്നും ഉണ്ടായി. പുതിയതായിട്ട് ഈ മേഖലയിലേക്ക് വരുന്ന ആൾക്കാര് ഇപ്പൊ ഒരുപാട് കോൺട്രവേഴ്സീസ് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പൊ ഈ പുതിയതായിട്ട് ഈ മേഖലയിലേക്ക് വരുന്ന ആൾക്കാരോട് അവര് കബളിപ്പിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ചേച്ചിക്ക് എന്താണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്? മോളെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ സിനിമ സീരിയൽ ഇൻഡസ്ട്രിയിൽ മാത്രമാണോ കബളിപ്പിക്കൽ? ഒരിക്കലും അല്ല. അവിടെ മാത്രമാണോ സ്ത്രീയും പുരുഷനും? ഒരിക്കലും അല്ല. അപ്പൊ ഞാൻ തീർച്ചയായിട്ടും പറയുന്നത് കഴിവുള്ളവർക്ക് അവസരം ഇഷ്ടം പോലെയുണ്ട്. കബളിപ്പിക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് നിങ്ങൾ ബുദ്ധിപൂർവ്വം നിങ്ങൾക്ക് അവസരം വീണ്ടും വരുമോ? എല്ലാത്തിനും റെഡി ആയിക്കൊണ്ട് ആദ്യമേ പോകുന്ന ആളുകള് ഇവിടെ സീരിയൽ സിനിമ ഇൻഡസ്ട്രിയിൽ മാത്രമൊന്നുമല്ല, എല്ലാവിടെയും ഇതുണ്ട്. പക്ഷേ ഫിഗർ വൈസ് എസ്റ്റാബ്ലിഷ് ആകുമ്പോൾ, നെയിം വൈസ് എസ്റ്റാബ്ലിഷ് ആകുമ്പോൾ അവരെ പബ്ലിസിറ്റി കൊടുക്കാനായിട്ട് യൂട്യൂബേഴ്സ് ഇത്രയുണ്ടെങ്കിൽ ഇത്ര ആക്കുന്നത് അവരാണ്. തീർച്ചയായിട്ടും നമ്മുടെ ആർട്ടിസ്റ്റുകളെ ഒന്നും കുറ്റം പറയാൻ പറ്റില്ല. എല്ലാവരും അങ്ങനെയുള്ളവരും അല്ല. ഇപ്പം നിങ്ങൾ കോൺട്രവേഴ്സീസ് ഈ യൂട്യൂബിൽ ഇങ്ങനെ കേൾക്കുമ്പോൾ ഇതെല്ലാം സത്യമാണെന്ന് തെറ്റിദ്ധരിക്കരുതെന്ന്. പക്ഷെ ഒരു ഭൂരിപക്ഷം ആൾക്കാരും യൂട്യൂബ് സത്യമാണെന്ന് അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയ സത്യമാണെന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട് നമുക്കിടയിൽ. അത് തെറ്റായ ധാരണയാണ്. ബുദ്ധിയുള്ള നിങ്ങൾ എല്ലാവരും ഒരു ക്യാപ്ഷൻ കൊടുക്കുക, ആ ക്യാപ്ഷൻ കംപ്ലീറ്റ് ചെയ്യൂല. ശ്രദ്ധിച്ചായിരുന്നു? അത് കഴിഞ്ഞ് ഇത് വായിക്കുമ്പോൾ അതിനൊന്നും ഉണ്ടാവില്ല, അതിന്റെ ഒരു തരിമ്പ് പോലും ഉണ്ടാവില്ല, ഒരിക്കലും ഉണ്ടാവില്ല. മഞ്ജു എന്ന് പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഡ്രീം ഗേൾ ആണ്. എൻ്റെ മനസ്സിൽ എനിക്കൊരു പെൺകുട്ടി ഉണ്ടായിരുന്നെങ്കിൽ മഞ്ജു വാര്യരെ പോലെ ആയിരിക്കണം എന്ന് പറയുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഞാൻ മഞ്ജുവിൻ്റെ എന്ത് കണ്ടാലും വായിക്കും, എന്ത് കണ്ടാലും വായിച്ചു നോക്കും. പക്ഷെ ഒന്നും ഉണ്ടാവില്ല അതിനകത്ത്.